ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചെമ്പരിപ്പൂവിൽ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ചെമ്പരിപ്പൂവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രുതി സച്ചിയുടെ ഫോൺ എങ്ങനെയെങ്കിലും കൈക്കലാക്കിയത് ആൻ്റണിയുടെ കൈകളിൽ ഏൽപ്പിക്കണം എന്നൊരു ഉദ്ദേശത്തോടുകൂടി നടക്കുകയാണല്ലേ. ആ ഒരു ഫോൺ ശ്രുതിയുടെ കൈകളിലേക്ക് കിട്ടുകയും ഫോൺ ആൻ്റണിയുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവരെയുള്ള ഭാഗങ്ങളുടെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കാണുക. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാനീ പറയുന്നത്. അങ്ങനെ നമ്മുടെ ആൻ്റണി ഷെയർ ചെയ്യുന്ന ആ ഒരു വീഡിയോ അത് ഭയങ്കര വൈറലാവുന്നുണ്ട് കേട്ടോ. വൈറലായ ഉടനെ തന്നെ ആ ഒരു വീഡിയോ മീരയുടെ ഫോണിലേക്ക് എത്തുകയും മീര ഈ ഒരു വീഡിയോ ശ്രുതിയെ കാണിക്കുന്ന സമയത്ത് ശ്രുതിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. കാരണം എന്നേക്കുമായിട്ട് നവീൻ്റെ ശല്യം ഒഴിയുക മാത്രമല്ല, സച്ചിയെ രേവതി ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാമെന്നുള്ള തൻ്റെ ഉദ്ദേശവും നടക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ശ്രുതി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എന്നാൽ മീര പറയുന്നുണ്ട്, നമ്മൾ ഈ ചെയ്യുന്ന ചതിയല്ലേ, ശരിക്കും പറഞ്ഞാൽ രേവതിയോട് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് വരെ മീര ചോദിക്കുന്നുണ്ട്. എന്നാൽ ശ്രുതി പറയുന്ന മറുപടി എങ്ങനെയാണ്, ആരൊക്കെ വേദനിച്ചാലും എൻ്റെ ലൈഫാണ് എനിക്ക് പ്രാധാന്യം എന്നൊക്കെ ശ്രുതി പറയുന്ന കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്. ഈ ഒരു വീഡിയോ വൈറലായതിൽ പിന്നിൽ ഞാനാണെന്ന് ഒരു കാലത്തിന് തിരിച്ചറിയാൻ പാടില്ല, അതുകൊണ്ട് തന്നെ തക്കതായൊരു സൂത്രവും ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി നേരെ അവിടെ ചെല്ലുന്ന ശ്രുതിയുടെ അടുത്തേക്കാണ്. ചെന്ന ഉടനെ തന്നെ ശ്രുതി ഭയങ്കര സങ്കടത്തിലിരിക്കുന്ന കാണുമ്പോഴേ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ശ്രുതി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വീണ്ടും ഒരു ലെറ്റർ കിട്ടിയിട്ടുണ്ട്. ശ്രുതി പറയുമ്പോഴത്തേക്ക് ശ്രുതി ആകെ പേടിച്ച് പോകാൻ കേട്ടോ. അതിനുശേഷം ഒരു പേടിയോട് കൂടി തന്നെയാണ് ശ്രുതി ആ ലെറ്റർ തുറക്കുന്നത്. എന്നാൽ ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ വൈറലായിട്ടുണ്ട്, അത് കാണണമെന്നാണെങ്കിൽ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞുള്ളൊരു ലെറ്ററാണ് കേട്ടോ. അത് നമ്മുടെ ശ്രുതി തന്നെയാണ് എഴുതിയത്. പെട്ടെന്ന് തന്നെ ശ്രുതി ആ ഒരു വീഡിയോ സെർച്ച് ചെയ്യുമ്പോൾ ചന്ദ്രയുടെ പണം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതും അത് ശരത്താണെന്നുള്ള എല്ലാ കാര്യവും ശ്രുതി തിരിച്ചറിയുമ്പോൾ ശ്രുതിക്ക് അത് ഷോക്കാവുന്നുണ്ടെങ്കിലും ശ്രുതി ഉടനെ തന്നെ പറയുന്നുണ്ട്, എത്രയും വേഗം അമ്മ ഈ ഒരു വിവരം അറിയിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഭയങ്കര അഭിനയമാണ്. ശ്രുതി പറയുകയാണ്, ഈ ഒരു വീഡിയോ അമ്മയെ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രേവതിനെ ബാധിക്കും, എന്തിനാ വെറുതെ ആ ചെറുക്കൻ്റെ ജീവിതം നശിപ്പിക്കുന്നത്. ശ്രുതി ആവട്ടെ, സച്ചിനെ നിനക്കറിയാലോ, ഒരു മോഷണത്തിൻ്റെ പേരിൽ എന്നെ ഒരുപാട് കളിയാക്കാനാവൻ, മാത്രമല്ല ഇപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കുന്നു, അവനെതിരെ നല്ല തിരിച്ചടി കൊടുക്കാനുള്ളൊരു വീഡിയോ ആണിത്. അതുമാത്രമല്ല നമ്മുടെ അമ്മയും ഈ ഒരു മോഷ്ടാവിനെ അന്വേഷിച്ചിറക്കിയല്ലായിരുന്നു, ഈ ഒരു ഇതിൻ്റെ പിന്നിൽ ആരാണെന്നുള്ള അമ്മ അറിയണം, അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ അമ്മയെ കൊണ്ട് കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിനെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. ശ്രുതി നേരെ ചന്ദ്രയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം ഈ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ചന്ദ്രയ്ക്കാണെങ്കിലോ കാല് തൊട്ട് തല വരെ പെരുത്ത് കയറി വരും കേട്ടോ. ആ ദേഷ്യക്കാരൻ നേരെ ചേരുന്നത് നമ്മുടെ രേവതിയുടെ വീട്ടിലേക്കാണ്. ഈ ഒരു സമയത്ത് രേവതി ആവട്ടെ സച്ചിയുടെ ഫോൺ നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഫോൺ മേടിച്ചുകൊണ്ട് നേരെ തൻ്റെ വീട്ടിലേക്കായിട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ ഇവർ മൂന്നേരം ലക്ഷ്മിയും ദേവും രേവതിയും കൊണ്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന അതേ സമയം തന്നെ ശരത്തും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ശരത്ത് സച്ചിയുടെ ഫോൺ നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ സച്ചിയുടെ സെയിം സിമ്മിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സിമ്മൊക്കെ എടുത്തുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ വരുന്ന വഴി തന്നെ ശരത്ത് തൻ്റെ ആ മോഷ്ടിക്കുന്ന വീഡിയോ വൈറലായിട്ടുണ്ടെന്നുള്ള കാര്യം അറിയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടെൻഷനിലാണ് ശരത്തും ഉള്ളത്. അപ്പോൾ ഇവർ അതുകൊണ്ട് തന്നെ ശരത്ത് രേവതിക്ക് ഒരു സിം കാർഡ് കൊടുത്തതിന് ശേഷം റൂമിനുള്ളിലേക്കായിട്ട് കയറി പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതേ സമയം തന്നെയാണ് ചന്ദ്ര അങ്ങോട്ടേക്ക് കളി തുള്ളി വരുന്നത്. ചന്ദ്ര വന്ന ഉടനെ തന്നെ ശരത്തിനെ നല്ല രീതിയിൽ തന്നെ തല്ലുന്നുണ്ട്. വേഗം തന്നെ രേവതി ചന്ദ്രയുടെ കയ്യിലേക്ക് കയറി പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് കാര്യം തിരക്കുന്ന സമയത്ത് നിനക്ക് എന്താണ് കാര്യം എന്ന് അറിയണമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ശ്രുതിനോട് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് രേവതിയും ദേവും ലക്ഷ്മിയും ആകെ തകർന്നു പോകുന്നുണ്ട്. ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചന്ദ്രയേക്കാൾ കൂടുതൽ ദേഷ്യം തോന്നുക ശ്രുതിയോട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു ഭാഗം നമുക്ക് വരാനുണ്ട്. ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോ ഞാൻ നാളെ തന്നെ ഇടുന്നതായിരിക്കും. മറക്കാതെ എല്ലാവരും തന്നെ കാണുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്നത്തെ പോലെ തന്നെ പറയുകയാണ്, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.